ബിറ്റ്വീൻ അമംഗ്. ബിറ്റ്വീൻ ഇടയ്ക്ക്, മധ്യത്തിൽ, പരസ്പരം എന്നൊക്കെയാണ് അർത്ഥം. രണ്ടാളുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ തമ്മിൽ എന്ന് പറയാനാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഷീല ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ മായ ആൻഡ് ലൈല. ഷീല മായയുടെയും ലൈലയുടെയും മധ്യത്തിൽ ഇരിക്കുന്നു, ഇടയിൽ ഇരിക്കുന്നു. The two brothers quarreled between themselves. ആ രണ്ട് സഹോദരങ്ങൾ പരസ്പരം വഴക്കിട്ടു. ഇനി among. among എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതാണ്ട് ബിറ്റ്വീൻ പോലെ തന്നെയാണ്, ഇടയിൽ, മധ്യത്തിൽ, തമ്മിൽ തമ്മിൽ. പക്ഷേ രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ പ്രസ്താവിക്കുമ്പോഴാണ് among ഉപയോഗിക്കുന്നത്. ഷീല ഈസ് സിറ്റിംഗ് among her friends. ഷീല തന്റെ കൂട്ടുകാരികളുടെ മധ്യേ ഇരിക്കുന്നു. He fell among thieves. അവൻ കള്ളന്മാരുടെ ഇടയിൽ അകപ്പെട്ടു, കള്ളന്മാരുടെ മധ്യേ അകപ്പെട്ടു. The three brothers quarreled among themselves. ആ മൂന്ന് സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ വഴക്കിട്ടു. ഇവിടെ two brothers എന്ന് പറയുമ്പോൾ quarreled between themselves, three brothers എന്ന് പറയുമ്പോൾ quarreled among themselves എന്ന് പറയണം.